രാജേന്ദ്രൻ, ഈ പറയുന്ന രേഖകളെല്ലാം ഉണ്ടായിട്ടും സമൂഹ മാധ്യമങ്ങൾ ഇത്ര സജീവമായിട്ടും ഇങ്ങനെ ഒരു കള്ളവാർത്ത എഴുതാൻ മനോരമ കാണിക്കുന്ന ആ ധൈര്യം കോൺഗ്രസിന് വേണ്ടിയിട്ടാണ് എന്ന് ഉറപ്പിക്കാൻ നമുക്ക് മറ്റൊരു ആലോചന വേണോ? അത് കോൺഗ്രസിന് മാത്രമല്ല, കോൺഗ്രസിനും ബി ജെ പിക്കും വേണ്ടിയിട്ടാണ്. കാരണം ബി ജെ പി ആണ് മേഘയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ട് കോഴ വാങ്ങിയത്. 584 കോടി രൂപയുടെ കോഴയാണ് ഈ മേഘ കമ്പനി ബി ജെ പിക്ക് നൽകിയത്. അപ്പോൾ കോൺഗ്രസിന് വെറും 18 കോടി രൂപ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ വിഹിതം സ്വാഭാവികമായും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും ലഭിച്ചിട്ടുണ്ടാവുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ ഇത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഈ മനോരമ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ ഒരു പത്ര ഉടമയുടെ ഒരു പത്രമാണത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഏത് വിധേനയും ഒരു മൂന്നാം ഭരണം പിണറായി വിജയൻ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്നത് തടഞ്ഞേ തീരൂ. അപ്പോൾ അതിനായി ആകാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു വർഷം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. പക്ഷേ ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന രണ്ട് വിഷയങ്ങൾ, ഒന്ന് ഈ ദേശീയപാതയിലെ വിള്ളൽ, അത് ആരാണ് അതിന് ഉത്തരവാദി? കേന്ദ്ര സർക്കാരാണ്. കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ. ബി ജെ പി എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ഒരു അവർ നടത്തിയ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് കേരളം ചർച്ച ചെയ്യുന്നത്. മറ്റൊന്ന് അഴിമതിയുമായി ബന്ധപ്പെട്ട്, അത് ഇ ഡിയിൽ നടന്ന അഴിമതി കേരളം ചർച്ച ചെയ്യുന്ന വിഷയം. ഇ ഡി ആരുടെയാണ്? അത് കേന്ദ്ര ഏജൻസിയാണ്. അപ്പോൾ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഒരു സംസ്ഥാനത്തിൽ പോലും ജനങ്ങൾ ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അഴിമതിയല്ല. ഒരു മന്ത്രിക്കെതിരെ പോലും ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ പോലും സാധിച്ചിട്ടില്ല. ഒരു വസ്തുതാപരമായി ഉന്നയിക്കാൻ പോലും സാധിച്ചിട്ടില്ല. അതേസമയം കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള ഈ അഴിമതി ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും അതെല്ലാം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇതിൽ നിന്നും വഴിതിരിച്ചു വിടാൻ എന്തെങ്കിലുമൊക്കെ വ്യാജ വാർത്തകൾ ചമച്ചേ തീരൂ. അതാണ് പറഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അത് എം പി രാജേഷിനെതിരെയുള്ള ഒന്നായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് CPM എന്നുള്ള പാർട്ടിക്കെതിരെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളെല്ലാം തന്നെ തുടർച്ചയായി ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പണ്ട് വിമോചന സമരം നടന്ന കാലത്ത് ഇതേപോലെ നിരന്തരം വ്യാജ വാർത്തകളായിരുന്നു. അന്ന് മനോരമയും മറ്റ് പത്രങ്ങളെല്ലാം തന്നെ നിരന്തരം വ്യാജ വാർത്തകൾ ചമയ്ക്കുന്നു. പക്ഷേ അന്നത്തെ ഒരു വിഷയം എന്താ വെച്ചാൽ, അന്ന് ഇതിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. പക്ഷേ ഇപ്പോൾ കാലം അതല്ല. ഇപ്പോൾ മനോരമ ഇങ്ങനെ ഒരു വ്യാജ വാർത്ത ചമച്ചു കഴിഞ്ഞാൽ രാവിലെ എണീറ്റിട്ട് അവരുടെ പത്രാധിപർ ഇത് കാണുന്നതിന് മുമ്പ് തന്നെ അത് വായനക്കാർ കാണുകയും വായനക്കാർ അത് തെളിവുകൾ സഹിതം പൊളിച്ചടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു മാറ്റം, ഈ കേരളത്തിൻ്റെ ഒരു വായനാ സംസ്കാരത്തിലും മാധ്യമ സംസ്കാരത്തിലും ഉണ്ടായ ഒരു മാറ്റം ശരിക്കും പറഞ്ഞാൽ മനോരമയ്ക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലെന്ന് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തെന്നാൽ ഇത്തരം വാർത്തകൾ കൊടുക്കുന്നുകൊണ്ടായിരിക്കാം മനോരമയുടെ എല്ലാം തന്നെ സർക്കുലേഷൻ ഗണ്യമായ രീതിയിൽ. അല്ല, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ABC കണക്കുകൾ പ്രകാരം ലക്ഷക്കണക്കിന് കോപ്പികളാണ് കുറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മുൻപിലുണ്ട് ആ കണക്കുകൾ. രാജേന്ദ്രൻ, ഇവിടെ മനോരമ മനഃപൂർവ്വം വിട്ടുകളഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മേഘയെക്കുറിച്ച് പറയേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ ഈ തെലങ്കാനയാണല്ലോ ഇവരുടെ കേന്ദ്രമെന്ന് പറയുന്നത്. അവിടെ കാളീശ്വരം ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടത്തിയ സ്ഥാപനമെന്ന് CAG പരാമർശമുള്ള സ്ഥാപനമാണ് ഈ മേഘ കൺസ്ട്രക്ഷൻസ്. അവർക്ക് ദേശീയപാതയുടെ റീച്ചിൽ തുടർച്ചയായി 2 റീച്ചുകളിൽ അടുത്തടുത്ത് എങ്ങനെ കരാർ കിട്ടി എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം വേണമെങ്കിൽ BJPക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ മനോരമയ്ക്ക് ചോദിക്കാവുന്നതാണ്. മിണ്ടുന്നില്ല മനോരമ അവിടെ. അത് മിണ്ടില്ല. അതിൻ്റെ കാരണം എന്നാൽ ഇവിടെ കോൺഗ്രസിനും 18 കോടി കൊടുത്തിട്ടുണ്ട്. ഈ മേഘ എന്ന കമ്പനി BJPക്ക് 584 കോടി രൂപ കൊടുത്തതും കോൺഗ്രസിന് 18 കോടി രൂപ കൊടുത്തതും അത് അവർക്ക് ഇത്തരം കരാറുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഇത്തരം കരാറുകൾ കിട്ടാൻ വേണ്ടിയാണ്. 2 ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഈ പാർട്ടിയുടെ എല്ലാം, ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഇതിനെതിരെ ശബ്ദിച്ചിട്ടില്ല. കോൺഗ്രസ്സുകാർക്ക് അറിയാമല്ലോ, ഈ മേഘയ്ക്കെതിരെ കോൺഗ്രസ്സുകാർ ശബ്ദിച്ചിട്ടില്ല. അത് ശബ്ദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ 18 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടായി കോൺഗ്രസ്സിന് കോഴ കൈമാറിയത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കോൺഗ്രസ്സോ മനോരമയോ അതുമല്ലെങ്കിൽ മഹാഭൂരിപക്ഷം വരുന്ന ഈ പത്രങ്ങളോ ഇതിനെതിരെ ഒന്നും ശബ്ദിക്കില്ല. അതിൻ്റെ കാരണം എന്തെന്നാൽ ഇവരെല്ലാം തന്നെ ഇതിൻ്റെ വിഹിതം കൃത്യമായി നേരിട്ടല്ലാതെയോ വളഞ്ഞ വഴിക്കോ കൈപ്പറ്റുന്നവരാണ്. അതുകൊണ്ടാണ് അവരൊന്നും ഈ വിഷയത്തിൽ ശബ്ദിക്കാത്തത്. അതുപോലെ ഇത് വളരെ ആസൂത്രിതമായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുക, CPMനെയും സർക്കാരിനെയെല്ലാം ഏതെല്ലാം രീതിയിൽ താറടിച്ച് കാണിക്കാൻ പറ്റുമോ അതെല്ലാം തന്നെ ചെയ്യുക. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വിമോചന സമരകാലത്തെ കേരളമല്ല ഇന്നത്തെ കേരളം.
വിമോചന സമരകാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമല്ല ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ ജനങ്ങൾ തിരിച്ചറിയും. ആ കാര്യം മനോരമ അത് അവർക്ക് അറിയാനിട്ടല്ല, പക്ഷേ മറ്റ് മാർഗങ്ങളൊന്നുമില്ല. കാരണം നമുക്ക് ഈ മനോരമ പത്രം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരുടെ ഒരു വല്ലാത്തൊരു പരിഭ്രാന്തി. ഇനി വീണ്ടും ഒരു തുടർഭരണം, മൂന്നാമതും LDF തന്നെ അധികാരത്തിൽ വരുമോ എന്നൊരു വല്ലാത്തൊരു ആശങ്കയും വല്ലാത്തൊരു ഭയവും വെപ്രാവുള്ളവും എല്ലാം തന്നെ നമുക്ക് ഇവരുടെ വാർത്തകളിലെല്ലാം കാണാം. അപ്പോൾ അതുകൊണ്ടാണ് ഒരു മൂലയിൽ ഇങ്ങനൊരു കള്ളവാർത്ത, അതായത് ഇങ്ങനൊരു കള്ളം പ്രചരിപ്പിക്കുമ്പോഴാണ് അതേ സമയത്ത് ഇങ്ങനെ ഒന്ന് ആലോചിക്കുക, ഇത് സാധാരണ മനോരമയുടെ ഒരു ശൈലി അനുസരിച്ച് ഇങ്ങനൊരു സാധനം എന്തെങ്കിലും തെളിവുകൾ സഹിതം കിട്ടുകയാണെങ്കിൽ അത് അവരുടെ ഇന്നത്തെ ലീഡ് വാർത്തയായിരിക്കും, ഏറ്റവും പ്രധാന വാർത്തയായിരിക്കും. പക്ഷേ അവർക്കറിയാം ഇത് പച്ചക്കള്ളമാണെന്നറിയും. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ സാധനം ഇങ്ങനെ ഒരു മൂലയിൽ ഒരു കോളം വാർത്തയെ കൊടുത്തിരിക്കുകയാണ്. ശരി, ഏതായാലും ഈ സമൂഹ മാധ്യമങ്ങളുടെ കാലത്താണ് ഈ പച്ച നുണ മലയാള മനോരമ ഇങ്ങനെ എഴുതി പടച്ചു വിടുന്നത്. എത്ര വാർത്തകൾ ഇപ്പോൾ ഈ കവിതയുമായി ബന്ധപ്പെട്ട വാർത്ത, അതുപോലെ ഓർമ്മയില്ലേ പണ്ടൊരു പ്രളയകാലത്ത് ഒരു ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി ഒരു 70 രൂപ പിരിവെടുത്ത് വാങ്ങിയൊരു മനുഷ്യനെ ദുരിതാശ്വാസ ക്യാമ്പിൽ പിരിവ് നടത്തുന്നു എന്ന് പറഞ്ഞ് കള്ളനാക്കിയ വാർത്ത ഓർമ്മയുണ്ടല്ലോ. ഓമനക്കുട്ടൻ്റെ പേര്, ഇവരൊക്കെ കൂടി ചേർന്നിട്ടാണ് ആ മനുഷ്യനെ കള്ളനാക്കിയത്. നോക്കൂ, അങ്ങനെ എത്ര വ്യാജ വാർത്തകളാണ് നിരന്തരം ഇങ്ങനെ പ്രചരിപ്പിക്കുകയും എഴുതുകയും ചെയ്യുന്നത്. ഒന്നാമത്തെ പത്രമെന്ന് എപ്പോഴും പരസ്യം നൽകുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് ഈ രീതിയിൽ അവരുടെ രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കഥകൾ എഴുതിക്കൊണ്ട് ഇങ്ങനെ ഇനിയും ഉണ്ടെന്ന്. ഈ സ്വർണ്ണക്കടത്ത് കാലത്തൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നല്ലോ, നാഗർകോവിലിലെ കാറ്റാടിപ്പാടം ഒക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയല്ലേ. അപ്പോൾ കഥ പറയാൻ പോയാൽ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പറയേണ്ടി വരും മനോരമയുടെ കള്ളവാർത്തകളെക്കുറിച്ച്. ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സമീപകാലത്തൊക്കെ പ്രചരിക്കുന്ന വലിയൊരു ട്രോളുണ്ട്. അതായത് മലയാള മനോരമയിൽ ആകെ സത്യമായിട്ടുള്ളത് അവരുടെ പേരും പിന്നെ അതിൽ വരുന്ന തീയതിയും മാത്രമാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിലെ പുതിയ പിള്ളേർ ഇങ്ങനെ കളിയാക്കാറുണ്ട്. എന്തിനാണോ ഇത്രയധികം പാരമ്പര്യമുള്ള ഒരു പത്രം ഇങ്ങനെ ഈ ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ പച്ചക്കള്ളം ഇങ്ങനെ തുടർച്ചയായി എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. മറ്റൊന്നുമില്ല, ഇവിടെ കോൺഗ്രസിനെയും BJPയെയും സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ. മേഘ കൺസ്ട്രക്ഷൻസിൻ്റെ അവർ കൊടുത്ത തുകയുടെ കണക്ക് രാജേന്ദ്രൻ പറയുന്നത് നിങ്ങൾ തുടക്കത്തിൽ കേട്ടതാണ്. 966 കോടി രൂപയാണ് അവർ ആകെ ഇലക്ട്രൽ ബോണ്ടായി നൽകിയത്. അതിന് 594 കോടിയും നൽകിയത് BJPക്കാണ്. അതായത് ഏകദേശം 60%-ലധികം. ബാക്കിയുള്ള തുക അവിടുത്തെ BRSന് നൽകിയിട്ടുണ്ട്, കോൺഗ്രസിന് 18 കോടി നൽകിയിട്ടുണ്ട്, BRSന് 28 കോടി നൽകിയിട്ടുണ്ട്, അവിടുത്തെ പ്രാദേശിക പാർട്ടികൾക്കൊക്കെ പല വിധത്തിൽ നൽകിയിട്ടുണ്ട്. അതിൽ ഒരിടത്ത് പോലും CPIMന് ഒരു പൈസ നൽകിയെന്ന് എഴുതിയിട്ടില്ല. കാരണം കൊടുത്തിട്ടില്ല, CPIM വാങ്ങിയിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കിലുണ്ട്. ഇലക്ട്രൽ ബോണ്ട് വാങ്ങാത്ത ഏക പാർട്ടി അത് CPIM ആണെന്ന് വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്, ഇടതു പാർട്ടികളാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ പൊതുസമൂഹത്തിന് അതിലെ കൃത്യമായ ധാരണയുള്ളപ്പോഴാണ് മനോരമയുടെ ഈ പച്ചക്കള്ളം ഇന്ന് രാവിലത്തെ പത്രത്തിൽ അടിച്ചു വിട്ടിരിക്കുന്നത്. ഏതായാലും ഈ കള്ളമൊക്കെ ഇന്ന് അധികം നിലനിൽക്കാത്ത കാലമാണ്, അപ്പോൾ തന്നെ പൊളിക്കുന്ന സമൂഹ മാധ്യമങ്ങളുടെ കാലം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസം ചെല്ലുന്തോറും ഇങ്ങനെയുള്ള പത്രങ്ങളുടെയൊക്കെ സർക്കുലേഷൻ വല്ലാതെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്.